ഏത് പടക്കമാണോ ഏറ്റവും ഇഷ്ടം ഗുണ്ടാണ്. കിഴക്ക് സൂര്യനുദിച്ചല്ലോ. ഞാൻ പൈസയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് എന്റെ കുട്ടികൾക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥ വരുവാണെങ്കിൽ പിന്നെ ആ പൈസ കൊണ്ട് എന്താണ് പ്രയോജനം? സബ്സ്ക്രിപ്ഷനിൽ എങ്ങനെ പുതിയ കണ്ടന്റ് കൊടുക്കാന്നാണ് റിസർച്ച് ചെയ്തോണ്ടിരിക്കുന്നത്. നല്ല റിസർച്ച് രേണുവിന്റെ ഈ ഒരു സാഹചര്യത്തിൽ പറ്റിയ വളരെ നല്ല റിസർച്ച് ആയിരിക്കും. എന്തായാലും കഴിഞ്ഞ ഒരു വർഷത്തിനകത്തുള്ള ജീവിത സഹയാത്രക്കകത്ത് പല റിസർച്ചുകളും രേണു എടുത്തിട്ടുണ്ടെന്നും ആ റിസർച്ചിൽ പലതും രേണുവിന് സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. രേണുവിന്റെ 101 അപരാധങ്ങളായിരിക്കും ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിലോട്ട് കാണിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ വീഡിയോസ് ആരും കാണുന്നില്ല. അതിനെ തുടർന്ന് എനിക്കെതിരെ പല കരക്കമ്പികളും എന്റെ ചെവിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് തോട്ടിലോട്ട് കളഞ്ഞിട്ട് മാറിയിരിക്കാനേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും കൊണ്ടല്ല ഞാൻ വീഡിയോ ചെയ്യാതെ മാറിയിരിക്കുന്നത്. ഞാൻ എന്റേതായ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് മാത്രമായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് രേഖപ്പെടുത്താൻ കഴിയൂ. പിന്നെ ഹൈപ്പ് കൊടുക്കാനുള്ളത് ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ചെയ്യുന്നില്ല. മര്യാദയ്ക്ക് ഈ വീഡിയോ കാണുന്നതിന്റെ കൂടെ തന്നെ എനിക്ക് ഹൈപ്പ് കൃത്യമായിട്ട് തന്നിരിക്കണം. ഓക്കെ, അപ്പൊ രേണുസുധിയുടെ 101 അപരാധങ്ങളായിരിക്കും ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് കാണിക്കാൻ പോകുന്നത്. ചെറുകിട പരിപാടിയിൽ നിന്നും വലികിട വൻകിട കുത്തക മുതലാളിമാരുടെ കമ്പനികളിലേക്ക് വരെ ഉയർത്തെഴുന്നേറ്റ് പോയ, അതായത് യുദ്ധം കാരണം ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ബിസിനസ്സുകാർക്ക് പോലും സഞ്ചരിക്കാൻ സാഹചര്യം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എങ്ങനെ രേണുസുധിക്കും ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാനായിട്ട് സാധിച്ചു? നിങ്ങൾ കവലപ്രസംഗം പോലെ എല്ലാവരോടും ചോദിക്കേണ്ടതാണ്. ഇന്ത്യൻ എയർലൈൻസിന് ഞാനൊരു മെയിൽ അയക്കുന്നതായിരിക്കും. വൈ രേണുസുധി, വൈ നോട്ട് പൊളിറ്റീഷ്യൻ? അവർക്കൊന്നും നടക്കാത്ത കാര്യം എന്തുകൊണ്ട് രേണുസുധിക്ക് വാട്ട് ഈസ് മേജർ പാർട്ട്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നമുക്ക് രേണുസുധിയുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 101 അപരാധം ഇന്നത്തെ വീഡിയോയിൽ, പക്ഷേ രേണുസുധിയുടെ മാത്രം 101 അപരാധമല്ല ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളിത് കാണണം. റീച്ചിന് വേണ്ടി എന്ത് തെമ്മാടിത്തരവും കാണിക്കാനായിട്ട് നിൽക്കുകയും അതിലൂടെ ബിഗ് ബോസിലേക്ക് കയറാനായിട്ട് ഉദിച്ചു നിൽക്കുന്ന കുറച്ചധികം തത്തമ്മ കുട്ടികളുടെയും കുറെ അപരാധ വീഡിയോസ് ഞാൻ എന്റെ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ഇതിനകത്ത് മികച്ചു നിൽക്കുന്നതും അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ആൾക്കാർക്കിടയിൽ റീച്ചോട് കൂടി നിൽക്കുന്നതും രേണു തന്നെയാണ്. എന്തായാലും രേണുവിന്റെ കാര്യങ്ങളെല്ലാം വഴിയെ ഓരോന്നായിട്ട് നമുക്ക് കാണാം. ഏത് പടക്കമാണോ ഏറ്റവും ഇഷ്ടം ഗുണ്ടാണ്. പിന്നെ ഇഷ്ടം പൂത്തിരി ഇഷ്ടമാണ്. മറ്റേ കമ്പിത്തിരി ഇല്ല, പൂത്തിരി കമ്പിത്തിരി. പിന്നെ ഇങ്ങനെ വെച്ചിട്ട് വാണം അതിഷ്ടമാണ്. എനിക്കെല്ലാം ഇഷ്ടമാണ്. മത്താപ്പ് പിന്നെ ഇങ്ങനെ കറങ്ങത്തില്ലടാ, അട്ടയോ ചക്രവോ എന്തോ അതിന് പറയുന്നത്, കടച്ചക്രം. അതായത് ചോദ്യം ചോദിക്കാൻ വരുന്നവര് മേളിൽ പോയി പൊട്ടുന്ന വാണത്തെക്കുറിച്ചും കയ്യിൽ വെച്ച് കറക്കുന്ന കമ്പിത്തിരിയെക്കുറിച്ചും മൂട്ടിൽ നിന്ന് പൊട്ടുന്ന മത്താപ്പൂവിനെ കുറിച്ചും അവർ ചോദിക്കും. അപ്പൊ ചോദിക്കുമ്പോഴത്തേക്കിന് നമ്മൾ ഇതിന് വ്യക്തമായിട്ട് ആൻസർ തരിക. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗുണ്ടാണ്. ഏത് ഗുണ്ടാ ചേച്ചി? ഉരുണ്ടിരിക്കുന്ന ഗുണ്ടാണോ? അത് എല്ലാ ഗുണ്ടും ഉരുണ്ടിരിക്കുമായിരിക്കുമല്ലോ. ചെറിയ ഗുണ്ടാണോ വലിയ ഗുണ്ടാണോ? ഏത് തരത്തിലുള്ള ഗുണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് നല്ല തത്തമ്മയെക്കാട്ടിലും സ്പീഡിൽ മറുപടി കൊടുക്കുകയും എന്നിട്ട് അതിനെ പല ആൾക്കാരെടുത്ത് ട്രോളാനായിട്ടുള്ള അവസരം അതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പം ആരെങ്കിലും ഇതിനെപ്പറ്റി എടുത്ത് വെച്ച് സംസാരിക്കുമ്പോഴത്തേക്കിന് ചേച്ചിക്ക് എന്തൊരു കുഴപ്പം? നിങ്ങളുടെ പുതിയ പേജൊക്കെ അടിച്ചു പോയെന്നത് കേട്ട് ആരോ എടുത്ത് ഹാക്ക് ചെയ്തില്ല. പിന്നെ അല്ലാതെ ഇമാതിരി അപരാധം സോഷ്യൽ മീഡിയ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ വരെ ഇപ്പൊ തിരിഞ്ഞു നിന്ന് കുണ്ടിക്കടിക്കുന്ന രീതിയിലേക്ക് മാറിയേക്കും ഈ ഒരു പരിപാടി. അപ്പൊ പിന്നെ ഇച്ചിരിയൊക്കെ മര്യാദ വേണ്ടേ? അടിച്ചു കളയാതിരിക്കുമോ ആൾക്കാർ? എനിക്കറിയാം ആരാണ്ടാക്കി ചേച്ചിയുടെ ഫേസ്ബുക്ക് പേജ് കയറി ഹാക്ക് ചെയ്തെന്നോ അതിനകത്ത് അനുസരിന്നാക്കിയെന്നോ എല്ലാം കൊണ്ട് കളഞ്ഞെന്നോ ചേച്ചി ഇനി പുതിയ തുടങ്ങണമെന്നൊക്കെ പറയുന്നു. കുറച്ച് അപരാധമൊക്കെ കുറയ്ക്കണം. കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾക്ക് തക്കതായ മറുപടി നല്ല രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹെയ്റ്റ് നിൽക്കുന്നവരെല്ലാം ആ ഒരു വിധവ പട്ടം നിങ്ങൾക്ക് തന്നുകൊണ്ട് വീണ്ടും നിങ്ങളെ സ്വീകരിക്കും. അവസാനം സ്വന്തം മകൻ തന്നെ തെള്ളി പറയേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയില്ലേ? ആ ഒരു കാര്യം ഞാൻ ഈ വീഡിയോക്കകത്ത് കാണിച്ചു തരാം. അതാണ് ഈ ഒരു വീഡിയോയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം. പക്ഷെ മുകളിൽ പോയിട്ട് പൊട്ടുന്ന വേണം, അതല്ല നല്ലത്. അല്ലല്ല, നമ്മളെ സംബന്ധിച്ച് മോളിൽ പോയി പൊട്ടുന്നതിനെക്കാട്ടിലും പുറം രാജ്യങ്ങളിൽ പോയി പൊട്ടുന്ന വാണത്തിലായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടായിട്ട് വരുന്നത്. ഓക്കെ, കിഴക്ക് സൂര്യനുദിച്ചല്ലോ, വാനിൽ പറവ പറന്നല്ലോ, കിഴക്ക് സൂര്യനുദിച്ചല്ലോ, വാനിൽ പറവ പറന്നല്ലോ. നാഥനോ മണ്ടകടച്ചവനെ, നാഥൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നെങ്കിണ്ടല്ലോ, കിഴക്ക് നിനക്ക് ഉദിക്കത്തില്ലായിരുന്നു, പടിഞ്ഞാറ് ഉദിക്കത്തില്ലായിരുന്നു. ഈ രണ്ട് ഉദയവും അസ്തമയം കാണാനായിട്ട് ഈ കമ്പിത്തിരി കാണത്തുമില്ലായിരുന്നു. ബിഗ് ബോസിൽ വന്നെന്ന് ഭയങ്കര ആഗ്രഹമാണ് സുഹൃത്തെ.
ബിഗ് ബോസിൽ വരാൻ വേണ്ടിയല്ലേ ഈ കാണിച്ചു കൂട്ടണല്ല, അതിനു വേണ്ടിയാണല്ലോ. ബിഗ് ബോസിൽ വരാൻ വേണ്ടിയാണോ നീ ഈ പരിപാടിയൊക്കെ കാണിച്ചു കൂട്ടുന്നത്? അളിയ നീ ഒരു കാര്യം മനസ്സിലാക്കണം. വിഷമത്തോടാണെങ്കിലും ഞാൻ ഈ പറയുന്നത് നീ കേൾക്കണം. നീ ഭയങ്കര ബോറാടാ, ഭയങ്കര വൃത്തികേടാ. നീ കാണിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ലടാ. ഒരു ഇച്ചിരി ഇതെങ്കിലും വേണ്ടടാ. ഒരു ആമ്പിള്ളേർക്ക് പോലും കെട്ടിപ്പിടിക്കാൻ തോന്നുന്നില്ലടാ. നിന്റെ ഔട്ട്ലുക്ക് ഒന്നുമല്ല, നിന്റെ കയ്യിരിപ്പ് എന്തുവാ എനിക്ക് മനസ്സിലാവുന്നില്ലടാ. ഏതോ എവിടെ കിടന്ന് അക്ക എടുത്തോണ്ട് കുളിപ്പിച്ച് അടുത്തോണ്ട് നിർത്തിയിട്ട് നാദ സൂര്യൻ കിഴക്കുതിക്കും പടിഞ്ഞാറ് അസ്തമിക്കും എന്നൊക്കെ. അളിയ ഈ കുറെ സോഷ്യൽ മീഡിയ, അതായത് ഓൺലൈൻ മീഡിയാസ് ഉണ്ടെങ്കിൽ അവരെ രാവിലെ നീ അങ്ങനെ വിളിക്കൂ. രാവിലെ ഉറക്കം വരുന്ന അവർ ഇന്ന് എന്റെ പുതിയ നാഥൻ ഇറക്കുന്നുണ്ട്, നീ അക്കയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോവാ, നമുക്ക് ആ വരമ്പത്ത് നിന്ന് ആടി വലച്ചേക്കാം. അങ്ങനെയാണോ ഈ പരിപാടി നടക്കുന്നത്? ഇമാതിരി ക്രിയേറ്റീവായിട്ട് സാധനം കാണിച്ചിട്ട് നിനക്ക് ബിഗ് ബോസിൽ കയറണമെന്ന്? അല്ലെ നിനക്ക് ഈ എങ്ങാണോ ബിഗ് ബോസിൽ കയറുകയോ നീ 2 ദിവസം അങ്ങനത്തെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ പരിപാടിയുടെ നിലവാരം പോകൂടെ ഉറപ്പായിട്ടും. ഈ തെമ്മാടത്തിനും കാണിക്കുന്ന നീയൊക്കെ അതിനകത്ത് പോയിട്ട് അപ്പൊ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ നാട്ടിലൊരു വിലയില്ലേ സുഹൃത്തുക്കളെ? എനിക്കത് മാത്രമേ ഈ അവസരത്തിൽ ചോദിക്കാനായിട്ടുള്ളൂ. അല്ല, അപ്പം അടുത്ത പ്രാവശ്യം ബിഗ് ബോസിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു എന്നാ ഓപ്പന ഞാൻ ഫ്രീ ആണെങ്കിൽ പോകും. അയ്യോ ദൈവമേ, ചേച്ചി ഒരിക്കലും ഫ്രീയാവല്ലേ. അയ്യോ എന്നാലോചോക്കെ മോഹൻലാലൊക്കെ വന്നു നിന്നിട്ട് വരൂ. അടുത്തതായി വിളിച്ചു പറഞ്ഞേ, അടുത്തതായി സോഷ്യൽ മീഡിയയിലൂടെ അപരാധങ്ങൾ കാണിച്ചു കൂട്ടുകയും കെട്ടിപ്പിടിക്കുകയും കുത്തിമറിയുകയും ചെയ്യുന്ന, നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമില്ലെങ്കിൽ പോലും നിങ്ങളുടെ മൊബൈലിലേക്ക് ഓടിപ്പാഞ്ഞെത്തുന്നതും എത്ര നെഗറ്റീവ് കമന്റ് ഇട്ടാലും ഈ വീഡിയോ ഒന്നും അവസാനിക്കാതെ മറ്റിരിക്കുന്ന തലയ്ക്കകത്ത് അല്ലെങ്കിൽ നെറ്റിക്കകത്ത് പാമ്പിന്റെ പട്ടം മറിച്ചു വരിക്കുന്ന ചേച്ചി, അങ്ങനെ ആയിരിക്കും പറയാനായിട്ട് പോകുന്നത് മോഹൻലാൽ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ബിഗ് ബോസ് ഉടനെ അടച്ചു പൂട്ടുണ്ട്. ഈ ബിഗ് ബോസ് കണ്ടോണ്ടാന്ന് തോന്നുന്നു ഓരോ പൊത്തിന്ന് ഓരോ മാളത്തിന്ന് ഓരോ സാധനങ്ങൾ ചാടി ഇറങ്ങി വരുന്നത്. എന്റെ ദൈവമേ, ഇതെന്തുവാ ഇത് അടുത്തത്? അളിയ എന്റെ പൊന്നളിയ, കോർത്ത് കരക്കമ്പി കോർത്ത് മാറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം. എനിക്കറിയാം ബിഗ് ബോസിൽ പോകാനായിട്ടായിരിക്കും ഇതല്ല. ഇതെന്തുവാ? ഇത് അവരെ കൂട്ടത്തിലുള്ള മറ്റേ പെണ്ണ്. അയ്യോ എന്തായിരുന്നു, പമ്പയോ ബ്രഹ്മപുത്രയോ അങ്ങനെ കണ്ടല്ലായിരുന്നു എന്റെ പേര്. അതും ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ടായിരിക്കും കുട്ടിക്കടിക്കുന്നില്ലേ? എനിക്ക് അറിഞ്ഞുകൂടാ മക്കളെ. ഈ ഒരു രീതിയിലേക്ക് റീച്ച് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കേരളത്തിന്റെ ഒരു കൂട്ടം ജനങ്ങള് രാവിലെ ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് തക്കതായ മറുപടി കൊടുക്കുന്ന ഞങ്ങളെ പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ തന്നെ അല്ലേ? കുറച്ച് പേര് കമന്റിനകത്ത് കൊടുക്കുന്നുണ്ട്, എന്നാൽ അവരത് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കും. പക്ഷെ നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കിനോ 20 കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെങ്കിലും നിങ്ങൾക്കൊന്ന് സാറ്റിസ്ഫൈ ആവുന്നില്ലേ? അങ്ങനെ സാറ്റിസ്ഫൈ ആവുന്നുള്ളവരൊന്ന് കമന്റ് ചെയ്യണം, 2 ലൈക്ക് എനിക്ക് തരണം, അത്രേ ഉള്ളൂ. നിങ്ങൾ യൂട്യൂബിന് റിക്വസ്റ്റ് ചെയ്തിട്ട് ബിറ്റുവിന്റെ വീഡിയോയ്ക്ക് 10 ലൈക്ക് കൊടുക്കാനുള്ള അവസരം കൊടുക്കണമെന്ന് പറയണം. ഞാൻ നിങ്ങളെ കൊണ്ട് 20 ലൈക്ക് മേടിക്കുന്ന സാധനങ്ങൾ ഞാൻ തിരിച്ചു പറഞ്ഞു തരും, ഉറപ്പായിട്ടും പറഞ്ഞു തരും. ചുമ്മാ പറയുന്നല്ല, കണാവണ പറഞ്ഞിട്ടൊന്നുമല്ല, ഉള്ള കാര്യം ഞാൻ പറയുന്നത്. ഇവന്മാരൊക്കെ വേറും ചെറ്റകള്, മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റും നടത്താൻ നാറികള്. പോയാൻ പറയാം, നമ്മളൊക്കെ നല്ല മര്യാദയ്ക്ക് സംസാരിക്കുന്ന ആൾക്കാര്, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ തിരിച്ച് ബാക്ക് ടു രേണു സുധി. ഇനിയാണ് രേണു സുധിയുടെ ഹൈലൈറ്റ് ഐറ്റത്തിലേക്ക് വരുന്നത്. നമ്മള് ഞാൻ പൈസയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് എന്റെ കുട്ടികൾക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥ വരുവാണെങ്കിൽ പിന്നെ ആ പൈസ കൊണ്ട് എന്താണ് പ്രയോജനം? ഇല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് 2 മക്കളുണ്ട്, ഒരു മോളും മോനും ഉണ്ട്. അപ്പം എന്റെ ഒരു ആഗ്രഹം, നമ്മൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു കിച്ചു ചിലപ്പോൾ ഇതുപോലെ മുണ്ടിട്ടടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം. അവന് ബോധോദയം ഉണ്ടാവുകയും അവന് കാര്യഗൗരവം മനസ്സിലാവുകയും അവന് ഈ പെണ്ണ് കാണിക്കുന്ന പരിപാടികളിൽ ഭയങ്കര അസംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടും ഇവനുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലെന്നും തള്ളയുടെ തോന്നിവാസത്തിന് പലതും കാണിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നും വന്ന് കിടന്ന് പറഞ്ഞു മെഴുകി അവന്റെ പാട് നോക്കി പോയി. ഇനി അവന്റെ പേരിലോട്ട് നിന്റെ തള്ള ഇങ്ങനെയല്ലടാ കാണിക്കുന്നത്, നിന്റെ അമ്മ ഇങ്ങനെയല്ലടാ കാണിക്കുന്നത് ആരും ചെല്ലത്തില്ല. അതവൻ കാണിച്ചത് വളരെ നല്ല കാര്യമായിട്ട് പറയാൻ സാധിക്കൂ. കാരണം ഇവരിടയ്ക്കപ്പെടല്ലോ പ്രായപൂർത്തിയായ ചെറുക്കൻ. അപ്പൊ പ്രായപൂർത്തിയായ ചെറുക്കന് പ്രായപൂർത്തിയായ കൂട്ടുകാരികളും കാണുമല്ലോ. അപ്പൊ പ്രായപൂർത്തിയായ പ്രായപൂർത്തിയായ കൂട്ടുകാരവനും പറയുമല്ലോ, എടാ പ്രായപൂർത്തിയായ നിന്റെ അമ്മ ഇങ്ങനെ കടന്നിട്ട് ഇമാതിരി വീഡിയോസും ചെയ്തു, ഇപ്പൊ അതാണ്ട് ഏതോ ഒരു കുത്തുപടത്തിൽ ഒരു സംവിധായകനുമായിട്ട് കടന്ന് പുതിയൊരു സംഭവം ചെയ്യുന്നു, നീ പ്രായപൂർത്തിയായതല്ലേടാ, നിന്റെ അമ്മയും പ്രായപൂർത്തിയായതല്ലേടാ, നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് വേണ്ടെന്ന് പറഞ്ഞുകൂടേടാ ആ പ്രായപൂർത്തിയായ അമ്മയോടൊന്ന് ഏതെങ്കിലും ഒരു പ്രായപൂർത്തിയായ കൂട്ടുകാരൻ ചോദിച്ചു കഴിഞ്ഞാൽ അതവന് കുറ്റമായിട്ട് വരത്തില്ലേ? ചേട്ടാ 2 സോഡ സർബത്ത് വരത്തില്ലേ? ഇല്ലേ?
വരും. അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. ഹി ജസ്റ്റ് മിസ്ഡ് ഫ്രം ദ ബുള്ളറ്റ്. ഓക്കെ, നെക്സ്റ്റ് ബുള്ളറ്റ് ആ കൊച്ചു ഇറക്കാൻ അവനൊന്ന് വളർന്നു വന്നോട്ടെ. ഇനി അവന്റെ വായിലിരിക്കുന്നതും കൂടെ കേട്ടിട്ട് നമ്മൾ ഇതേപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അവൻ വളരേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ അവൻ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ചെറുക്കനാണ്, മൊബൈൽ ഫോണിലാണ് ഫുൾ ടൈം ഇരിക്കുന്നതുകൊണ്ട് അവന് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ സാധിക്കുമെന്നും അവൻ ഇതിനെതിരെ ഒരു വ്യക്തമായ റിയാക്ഷൻ വീഡിയോ ആയിട്ട് മുന്നോട്ട് വരുമെന്നും, അതായത് സ്വന്തം അമ്മ ഞങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് ഏത് തരത്തിലാണ് കഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു കാര്യം ഇവർക്കെതിരെ സബീന അങ്ങനെ ബീവി, അത് മതി. ആ ബീവിയുടെ ചാനലിനകത്ത് പല ആരോപണങ്ങളും വന്നു. നിങ്ങൾ ദുബായിൽ പോകുന്നത് അതിനാണ്, നിങ്ങൾ ദുബായിൽ പോകുന്നത് ഇതിനാണ്, നിങ്ങൾ അവരുടെ കൂട്ടാണ് പോകുന്നത്, ഇവരുടെ കൂടെയാണ് പോകുന്നത്, നിങ്ങൾ 3 ലക്ഷം രൂപ വെച്ച് കിട്ടുന്നുണ്ട്. ഞാൻ ആ സാധനങ്ങളൊന്നും ഒരു വോയിസ് കൊടുത്ത് അതിനകത്ത് വെക്കുന്നില്ല. കഴിഞ്ഞ തവണ നിങ്ങൾ കേസെന്നും പറഞ്ഞ അതുലിന്റെ പുറകെ പോയ നിങ്ങൾ അതിന്റെ ഒരു 10% ഈ ഒരു കാര്യത്തിനെതിരെ പ്രതികരിക്കാൻ നിന്നിരുന്നു എങ്കിൽ കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലായാലും ആ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കള്ളത്തരങ്ങളെങ്കിലും ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ പ്രതികരിക്കാതിരിക്കുന്നിടത്തോളവും, പിന്നെ ഹലൻ പറഞ്ഞത് ഹനാൻ ആ പെണ്ണ് പറഞ്ഞിടത്ത കാര്യത്തിനടുത്തോളവും രണ്ടിലും പ്രതികരിക്കാതിരിക്കുമ്പോഴത്തേന് ഈ കേൾക്കുന്ന ജനങ്ങൾ എന്ത് വിചാരിക്കണം? അവർക്ക് എന്തുമായിരിക്കും തോന്നുന്നത്? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്, അതിലൊരു കാര്യമുണ്ട്. അതുകൊണ്ട് രേണു വാ തുറക്കുന്നില്ല. രേണു വാ തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ തെളിവുകൾ സഹിതം, ഫോട്ടോ സഹിതം, വീഡിയോ സഹിതം എടുത്ത് പുറത്തോട്ട് വിടുവെന്നല്ലേ? അങ്ങനല്ലേ വിചാരിക്കത്തുള്ളൂ? അങ്ങനെയേ വിചാരിക്കും. അതുകൊണ്ട് ചേച്ചി പറയുന്ന ഒരു കാര്യമുണ്ട്. ചേച്ചി പറയാ ചേച്ചി. അല്ലെങ്കിൽ എന്റെ ഒരു തീരുമാനം, പറയുന്നവര് പറയും, പക്ഷെ ഞാൻ എന്ത് ചെയ്താലും കുറ്റം പറയുന്നവരുണ്ടാവില്ല. ഞാനെന്നല്ല, ഏത് വ്യക്തിയാണെങ്കിലും, എസ്പെഷ്യലി ആർട്ടിസ്റ്റുകൾക്ക് കുറ്റം കേൾക്കേണ്ട വരാറുണ്ട്. അത് ഞാൻ ബോധർ ചെയ്യുന്നില്ല, അത് പറഞ്ഞോട്ടെ. പക്ഷെ പറയട്ടെ, ആർട്ടിസ്റ്റുകളെല്ലാം ഒന്നും കുറ്റം കേൾക്കേണ്ട അവസ്ഥയൊന്നുമില്ല. ഇന്ദ്രൻസ് ആയിട്ട് ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ, കുറ്റം കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. വിത്ത് പ്രൂഫ് ദേ നിങ്ങളുടെ അമ്മ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ടൊരു സാധനം എന്റെ കയ്യിൽ നിന്ന് വരരുതെന്ന് എനിക്ക് 100% നിർബന്ധമുണ്ട്. അതുകൊണ്ട് അത് നല്ല നിർബന്ധമാണ്. ഇതേ തരത്തിലുള്ള നിർബന്ധത്തിൽ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കൂട്ടം ജനങ്ങളും കുറച്ചധികം ആൾക്കാരും രേണു സുധിയെ കുറിച്ച്, സുധിയുടെ പേര് വിറ്റ് ജീവിക്കുമ്പോഴും, രേണുവിന്റെ കുടുംബത്തിന്റെയും സൗദിയുടെ കുടുംബത്തിനെയും വിറ്റ് രേണു ജീവിക്കുമ്പോഴും നമ്മൾ പറയുന്ന പല കാര്യങ്ങളിൽ ഒരു കാര്യം, ആ ഒരു കാര്യം പോലും രേണു സുധിക്ക് നേരെ ചൊവ്വയെ നോക്കാനായിട്ടും നടത്താനായിട്ടും കഴിയത്തില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആ ഒരു കോണ്ടന്റ് വിട്ട് കഴിഞ്ഞാൽ രേണുവിന് വേറെ സാധനമില്ല. രേണു ഇപ്പം മുകളിൽ നിന്നും താഴോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ഉത്തമ ഉദാഹരണമായിരിക്കും രേണുവിന്റെ വനത്തിനുള്ളിലെ അനുരാഗ കാറ്റ്. അങ്ങനെ ഷൂട്ട് അല്ലേ വളരെ സക്സസ് ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഡയറക്ടറിന് എന്താണ് പറയാനുള്ളത്? പല പ്രാവശ്യം നിങ്ങൾ ഇന്റർവ്യൂവിന് പറഞ്ഞിട്ടുള്ളതാണ്. ഞാനാണെങ്കിൽ തുടക്കം മുതൽ തന്നെ രേണുവിനെ ഞാൻ ആദ്യമായി മോഹത്തോടെ കൊണ്ടുവന്നു. അതിനുശേഷം വീണ്ടും രേണുവായിട്ട് ഒരു നല്ല പ്രൊജക്റ്റ്, ഒരു പ്രേമത്തിനും അനുരാഗത്തിനും ഇഷ്ടത്തിനുമൊക്കെ മുൻതൂക്കം കൊടുത്ത്, എന്നാൽ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രമേയം, ഇതുവരെ വരാത്ത. അതാണ് രേണു ചേച്ചിയുടെ പുതിയ ഷോർട്ട് ഫിലിം ആയിട്ടുള്ള അനുരാഗ കാറ്റ്. അത് വനത്തിനുള്ളിലെ ഇല ആടുന്നതായിരിക്കും അനുരാഗ കാറ്റിനകത്ത് ചേച്ചി ഇത്തവണ കാണിക്കാനായിട്ട് പോകുന്നതും. അത് സംവിധായകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല വ്യക്തിയാണ്. എന്ന് വെച്ചാൽ ആദ്യമേ തന്നെ നമ്മൾ ഏത് ഉടുപ്പിടണമെന്ന് വരെ നമുക്ക് പറഞ്ഞു തരുന്നു. അത് ആദ്യം കണ്ടുവരാൻ നമുക്ക് രാത്രി വരെ നടക്കുന്ന രണ്ട് കാമുകനും കാമുകിയുടെയും ഓർമ്മകളും അവർ തമ്മിലുള്ള സ്നേഹവും പറയാൻ വെമ്പുന്ന അനുരാഗത്തിന്റെയും കഥയാണ്. 2 കഥാപാത്രങ്ങളെ ഉള്ളൂ. സാറിന്റെ നല്ല കാര്യം, ആദ്യം തന്നെ സ്ക്രിപ്റ്റ് തരും. ബാക്കിയുള്ള കാര്യങ്ങൾ ഏത് തുണി ഇടണമെന്ന് വരെ സാറ് തന്നെ പറഞ്ഞു. അത് വളരെ നല്ലൊരു ഇതാണ്. സ്ക്രിപ്റ്റ് ഒക്കെ ആദ്യം കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ രേണു ബാക്കിയൊക്കെ അഭിനയിക്കാൻ പോകുന്ന സ്ക്രിപ്റ്റ് ഒന്നും മേടിക്കാതെ വിളിച്ചോ, രേണു ഇന്നലെ അവിടെ ഇന്നൊരു ആൽബം ഉണ്ട് കേട്ടോ, നീ അങ്ങ് വന്നേക്കണേ പിള്ളേരായിട്ട്, മറ്റേ ക്യാമറ പിള്ളേരെല്ലാവരായിട്ട് വന്നേക്കണേ. അപ്പൊ രേണു ശരിയണ്ണ എവിടെയാണ് പാടിയുള്ളേ? അവിടെ മറ്റേ കമുങ്ങിന്റെ ഇടയിൽ വാഴത്തോട്ടത്തിന്റെ താഴെയായിട്ടായിരിക്കും. ഓക്കെ ശരിയണ്ണ, ഞാനും എന്റെ പിള്ളേരും കർത്താമയത്തോടെ എത്തുകയും. അപ്പൊ രേണു അങ്ങോട്ട് ഇല്ലെന്ന് കൊട്ടന്ന് പുറത്തുനിന്ന് ആൾക്കാർ വരുന്നു. പിന്നെ രേണു മറ്റേ പച്ചവയലില്ലേ, പച്ചവയലിനകത്ത് നടുക്ക് വെച്ചേക്കുന്ന കോലം കണക്ക് ഹൈലൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെ ചെല്ലുന്നു, പൊളിക്കുന്നു, കഥ പെട്ടെന്ന് ആർട്ടിസ്റ്റ് ടച്ചപ്പ് കം പെട്ടെന്ന് പറയാം ഏത് സീനാണ് ഞാൻ അഭിനയിക്കേണ്ടത്. നീ ഇതുകൊണ്ട് ആ വരമ്പിൽ കൂടെ നടന്നു ഒന്ന് കാല് തെറ്റി കുളത്തിലോട്ട് വീണിട്ട് അവിടുന്ന് ചാടി എഴുന്നേറ്റ് കുറച്ച് പായലുമായിട്ട് വരുന്നു. ഓക്കെ ശരി തീർന്നു. രേണു ഭയങ്കര തിരക്കടാ, സ്ക്രിപ്റ്റ് പോലും നോക്കാതെ അവിടെ ചെന്നിട്ട്. അതുകൊണ്ട് അതൊരു ആർട്ടിസ്റ്റിന് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകതരം കഴിവാണ്, വെറും പ്രത്യേകതയല്ല. അതായത് നൂറിലൊന്നും അല്ല, ഒരു 1.5 ലക്ഷം കോടി ജനങ്ങളിൽ ഒരാൾക്ക് മാത്രം കിട്ടുന്ന ഒരു കഴിവാണ് ഇത്തവണ രേണുവിന് കിട്ടിയിരിക്കുന്നത്. ജീനിയസ് ആണ്, തലയ്ക്ക് വളരെയധികം ആൾതാമസം കൂടിയ ഒരു വ്യക്തിയാണ്. ഉടനെ തന്നെ ഇതിന്റെ തലയോട്ടിയോ അല്ലെങ്കിൽ തലച്ചോറോ എടുത്ത് ഏതെങ്കിലും മ്യൂസിയത്തിൽ സൂക്ഷിക്കുകയും വരും തലമുറയ്ക്ക് കണ്ടും കേട്ടും പഠിക്കാനുള്ള ഒരു അവസരം കൊടുക്കണമെന്ന് വരും തലമുറയോടല്ല, ഈ ഇലക്ഷൻ 3-ാം തീയതി കഴിഞ്ഞ് ജയിച്ചു വരുന്ന ഏത് പാർട്ടിയാണോ അവർ സർക്കാരായിട്ട് വരുമ്പോൾ ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളൂ. ആര് ജയിച്ചു വന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്തോണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് അത്രേ ഉള്ളൂ കേട്ടോ. രാഷ്ട്രീയം വലുതായിട്ട് തൊടുന്നില്ല, ഇനി മുതൽ സത്യമായിട്ടും തൊടും.
ഏതമാതിരി അനാകുന കാണിക്കാൻ വന്നാലും ഉറപ്പായിട്ട് ഞാൻ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ചെയ്ത് ഇവർ ചെയ്ത് നമ്മളെ കൂട്ടുകാരന്മാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അത് ഇതൊക്കെ വേണ്ട പഠിച്ചെന്നൊക്കെ പറ്റി നമ്മൾ പല കാര്യങ്ങൾ മാറ്റി വെക്കുന്നത്. ഇനി ഈ സംവിധാനത്തെ കുറിച്ച് നമുക്ക് പറയുന്ന 2-3 വാക്കുകളൊന്നും കേൾക്കാം, അതായിരിക്കും ഇതിനകത്ത് ഹൈലൈറ്റ്. കാരണം ഇതൊക്കെ കച്ചട കേസുകളാണ്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പുതിയ നുമ്പറക്കാറ്റോ അങ്ങനെ എന്തോ ഒരു പേരാണ്. അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷക്കീലെ വരെ വെച്ച് സിനിമ എടുത്തുന്ന ഒരു വ്യക്തിയാണ്. സെക്സ് പടത്തിൻ്റെ ഉസ്താദുമാണ്. പല പല സിനിമ അതിന് ഷക്കീലെ വരെ വെച്ച് പടം എടുക്കാന്ന് പറയുന്നത് ഷക്കീൽ എന്തുവാ സെക്സ് പടത്തിന്റെ ഉസ്താദാണെന്ന് പറയുന്നത് ഓക്കെ, ബ്ലൂ ഫിലിം ചെയ്യുന്ന ഉസ്താദാണെന്ന് ഷക്കീലെ വരെ വെച്ച് പടം എടുക്കുന്നത് അതെന്തുപാടെ? ഷക്കീൽ നമ്മളെ കണക്ക് ചോറല്ലേ കഴിക്കുന്നത്? അവർ ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ? നിന്നെ പോലെ കാറിൽ പോകുന്നവരല്ലേ? നിന്നെ പോലെ വായ്ത്തളം പറയുന്നവരല്ലേ? നിന്നെ പോലെ എന്തുവാടെ? നടന്മാർക്ക് സ്ത്രീയെ കച്ചവടം ചെയ്തു കൊടുക്കുന്ന ഒരു ഏർപ്പാടുകളും ഉള്ള ടീമുകളൊക്കെ ഉണ്ട് ഇവരൊക്കെ. അതായത് തെറ്റാൻ വേണ്ടി വഴി തെറ്റി വന്നതിൻ്റെ തെറ്റാൻ വേണ്ടി വഴിയിലോട്ടിറങ്ങിയ സ്ത്രീകളെ തേടി ഇതുപോലുള്ളവർ വന്ന് സിനിമ പിടിക്കും. മനസ്സിലായില്ലേ? അതിൽ ഒരു സ്ത്രീവർഗത്തിൽ നിന്ന് അപമാനക്കേടാണ് ഈ പറയുന്ന രേണുസുതി. അത് വഴി തെറ്റാൻ വേണ്ടി ഇറങ്ങി വന്ന ടീമാണ്. കാരണം ഭർത്താവ് മരിച്ച ഫീലിങ്സ് ഇല്ല. ഇത് രേണുസുതി ഭർത്താവ് മരിച്ചപ്പോഴത്തേക്ക് രേണുസുതിക്ക് ദുബായി പോകണം. വഴി തെറ്റാൻ വേണ്ടി നിൽക്കുന്ന പെണ്ണുങ്ങളെടുത്ത് ഇതുമാതിരിയുള്ള സംവിധായകർ വരും. ഇതൊക്കെ ശരിക്കും പോടാ വഴി തെറ്റാൻ തന്നെ രേണുസുതി എന്തുവാടാ പറയുന്നേ? എപ്പോഴാ പുറത്തു പോയേ? ബിഗ് ബോസിൽ വന്ന് 3-ാം നാൾ ഇറങ്ങിപ്പോയ രേണുസുതി വരടാ വഴി തെറ്റാന്ന് വന്ന രേണുസുതി എന്തുവാടാ പറയുന്നേ? പോടാ കള്ളം പറയാതെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ കേസെടുത്ത് രണ്ടുപേരെയും അതിൻ്റെ രീതിയിൽ ഇയാളുള്ള ബന്ധങ്ങൾ കണ്ടുപിടിക്കുക. ഇവരെങ്ങളിൽ എങ്ങനെയാണ് പരിചയം, സോഷ്യൽ മീഡിയയിലൂടെയാണോ പരിചയം, അതല്ല ഇവരെങ്ങനെയാണ് പരിചയം എന്നുള്ള കണ്ടുപിടിച്ച് കേസെടുക്കണേ ഇവരെ. കാരണം ഇതുപോലെ ഇവരിപ്പോൾ ചെയ്യുന്നത് കേരളത്തിലുള്ളൊരു ലേഡി ഇതേമാതിരി ആദ്യമൊക്കെ ജനങ്ങൾ വിചാരിച്ചു പോട്ടെന്ന്. ഇപ്പോൾ ജനങ്ങൾക്ക് തിരിച്ചറിവ് തുടങ്ങി. ഇപ്പം തന്നെ ഞാൻ 2-3 വീഡിയോസ് കണ്ടായിരുന്നു. ഇവരുടെ വർഗത്തിൽപ്പെട്ടവർ തന്നെയാണ് അവളെ പുച്ഛിക്കുന്നതും തുപ്പുന്നത്. ഒരു ഷബീന ബീബി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഭയങ്കരമായിട്ട് അവളെ ഈ 2-3 വീഡിയോ ഞാൻ കണ്ടായിരുന്നു. എന്തേലും ആവട്ടെന്നാ. അപ്പൊ ഇതൊക്കെയാണ് കഥകള്. ചേച്ചി ജനങ്ങൾക്ക് മുന്നിലേക്ക് പച്ചയാണ് മാങ്ങയാണ് തേങ്ങയാണെന്ന് പറയുമ്പോഴത്തേന് അത് പച്ചയല്ല വെറും പഴുത്ത ഇലയാണെന്ന് ജനങ്ങൾക്ക് മുന്നിലേക്ക് പറയാതെ പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോൾ വരുന്നു. അതിന് വ്യക്തമായ തെളിവുകളായിട്ടും വോയിസ് ആയിട്ടും പലരും മുന്നിലേക്ക് വരുന്നു. പിന്നെ സ്വർണ്ണക്കടത്ത് മറ്റേത് മറിച്ചെന്നൊക്കെ പറയുന്നത് അതിനോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല. ഓക്കെ, അതുമായിട്ടങ്ങ് യാതൊരു ബന്ധവും ഈ പെണ്ണിന് കാണത്തില്ല എന്ന് തന്നെ ഇപ്പോഴും അല്ലാതൊക്കെ പറഞ്ഞതൊക്കെ അതിന് തെളിവുണ്ടോ ഇല്ലോ എന്നുള്ളത് രേണുസുതി തന്നെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് പറഞ്ഞു തന്ന് കാണിച്ചു തരേണ്ട കാര്യം തന്നെ. ഞാൻ മാങ്ങയെക്കുറിച്ച് കുറച്ചുകൂടെ റിസർച്ച് നടത്തിയിട്ട് നിങ്ങളെ അറിയിക്കാം. ഇപ്പൊ ഏതിലാ റിസർച്ച് എടുത്തോണ്ടിരിക്കുന്നത്? സബ്സ്ക്രിപ്ഷനിൽ എങ്ങനെ പുതിയ കണ്ടന്റ് കൊടുക്കാന്നാണ് റിസർച്ച് ചെയ്തോണ്ടിരിക്കുന്നത്. അയ്യോ, അത് വളരെ നല്ല റിസർച്ച് അല്ലേ ചേച്ചി? ഉടനെ തന്നെ ചെയ്യണം. സബ്സ്ക്രിപ്ഷനിൽ എങ്ങനെ പുതിയ നല്ല കണ്ടന്റ് കൊടുക്കാം, സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ കണ്ടന്റുകൾ കാണിച്ച് മയക്കാം, സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ വീണ്ടും കൂട്ടാം, സബ്സ്ക്രൈബേഴ്സിന്റെ കുടുംബത്തിൽ എങ്ങനെ നമുക്കൊരു അടി വരെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചേച്ചി കാണിച്ച് അതിനെ കുറിച്ചുള്ള റിസർച്ച് ചെയ്. അതായിരിക്കും നല്ലതെന്നാണ് ചേച്ചിയെ സംബന്ധിച്ച്. ജീവിതം പാഴായെന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നോട് ഇന്നുവരെ പറഞ്ഞിട്ടൊന്നുമില്ല. എന്നെപ്പോഴും വളരെ സ്നേഹമാണ് എന്റെ കൂടെ അഭിനയിക്കുന്നത്. ഇനി അവര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്റെ ജീവിതം കൊഞ്ഞട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എന്നോട് വളരെ സ്നേഹത്തോടാണ് സംസാരിക്കുന്നത്, പെരുമാറുന്നത് എല്ലാവരും. ഈ വെയിലോ? എനിക്കൊരു കൂടെ ഉണ്ടായിരുന്നല്ലോ ബാഗിനകത്ത്. എന്തുവാടാ ചേച്ചിയെ കൊണ്ടുവന്നിട്ട്? വെയിലത്താണാടാ അഭിനയിപ്പിക്കുന്നത്. ബീച്ചിൽ നടുക്കുള്ള തന്നൽ മരത്തിന്റെ മുന്നിലൂടെ ഷൂട്ടിംഗ് നടത്തേണ്ട എന്തുകൂടെ കാണിക്കുന്നത്? ചേച്ചിയുടെ കൂടെ നടക്കുന്ന ആർക്കും ഒരു കുഴപ്പമില്ല. ചേച്ചിയോട് ആരും കുറ്റം പറയത്തില്ല. എല്ലാവരും ഉണ്ടെങ്കിൽ ഒളിച്ചിരുന്നേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങളെ പോലുള്ള ചേച്ചി ഉള്ള ആരും പറ ആത്മാർത്ഥതയോടെ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ഞങ്ങളെ പോലെ ഉള്ള റിയാക്ഷൻ വീഡിയോ ആൾക്കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓപ്പൺ ആയിട്ടൊന്നും പറയുന്നില്ല. കമന്റ് ബോക്സിൽ പോലും ഒന്നും പറയുന്നില്ലല്ലോ. നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല നമ്മൾ ഇങ്ങനെ നിങ്ങൾ നമ്മളുമായിട്ടാണ് ഡീലിങ്സ് നടത്താനായിട്ട്. നിങ്ങൾക്ക് വല്ല ഫ്രണ്ട്ഷിപ്പ് എടുത്താൽ നമ്മൾ മുഖത്ത് നോക്കി സംസാരിക്കുന്നവരാ അല്ലേ? അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. ചേച്ചിയെ കുറിച്ച് പലരും കുറ്റം പറയുന്നുണ്ട്. ചേച്ചിയുടെ കൂടെ നടക്കുന്നതിന് കുറ്റം പറയുന്നുണ്ട്. ചേച്ചിയുടെ ഇഷ്ടമല്ലാത്തൊരു ഒരുപാട് പേരുണ്ട് ചേച്ചി. അവരൊക്കെ വെറും കള്ളന്മാരെ ചേച്ചി. നമ്മൾ മാത്രമേ ഉള്ളൂ നല്ലോണം സംസാരിക്കുന്നത്. ചേച്ചിയെ കുറിച്ച് ഒരുപാട് കുറ്റങ്ങളും അപരാധങ്ങളും ഒരുപാട് ആൾക്കാർ എന്നോട് വന്ന് പറയാറുണ്ട്. ചേച്ചി അങ്ങനെയാണ് ഇങ്ങനെയാണ്, ചേച്ചിയുടെ പാദസ്വരത്തിനെ പറ്റുമെന്ന് പറയുന്നുണ്ട്. അന്ന് ഞാൻ നോക്കിയിട്ടില്ല ചേച്ചി. നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ചേച്ചിയുടെ പാദസ്വരം നമ്മൾ നോക്കുന്നത്. ചേച്ചി പോയ ചേച്ചി എന്നാണ്. അപ്പം 101 അപരാധങ്ങൾ ചേച്ചിയുടെ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു പാർട്ട് ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നത്. കാരണം രേണുസുതി ഇത് സാഗരമാണ്. കേരളത്തിന്റെ സാഗരം.